അപ്പം ജിമ്മിൽ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു സുഖമില്ല പോകാനായിട്ട്. പനിയൊക്കെ അടിച്ചിട്ട്, പനിയല്ല കഫക്കെട്ടൊക്കെ അടിച്ചിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകാം എന്നൊരു ഡബിൾ മൈൻഡിൽ നിൽക്കുമായിരുന്നു. ബട്ട് പോയേ പറ്റൂ. വി ഹാവ് ടു ഗോ. ഇന്ന് വർക്കൗട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളതിൻ്റെ ചിന്തയിലാണ്. അപ്പം ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്കെന്തായാലും നേരെ ജിമ്മിലൊക്കെ പോകാം. ഇവിടെ ഓരോ സംഭവം ഞാൻ കാണിച്ചു തരാം. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഹെഡ്ഫോണിൽ ഇന്ന് മീറ്റിങ്ങിന് ഇടയ്ക്കായിരിക്കും വർക്കൗട്ട്. സോ ബട്ട് സ്റ്റിൽ ഐ ഹാവ് ടു ഡു ബോത്ത്. നമുക്കെന്തായാലും സമയങ്ങളുണ്ട് ജിമ്മിലേക്ക് പോകാം. ജിമ്മിൽ പോകാനൊക്കെ നമ്മുടെ വർക്കൗട്ടൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാണെങ്കിൽ പനിയോ ജലദോഷമോ കഫക്കെട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഫുൾ പ്രോഗ്രസ് അത് ബാധിക്കും. ജിമ്മിലേക്ക് ഇറങ്ങുവാണ്. ശരിക്കും പറഞ്ഞ് നല്ലൊരു ഹെവി വർക്കൗട്ട് ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട്. ബട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി എൻ്റെ ബോഡി കുറച്ച് വീക്കാണ്. ബട്ട് നമ്മളെ കൂടെ വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട്, ഞാൻ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ പ്രോഗ്രസ്സിന് വേണ്ടി ഞാൻ പോയേ പറ്റത്തുള്ളൂ. സോ ഐ എം ഗോയിങ് എസ്പെഷ്യലി ഫോർ ദം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ അവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോകുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞ് ഒരു ക്ലൈമറ്റ് പെട്ടെന്ന് മാറുന്നതിൻ്റെ തോന്നുന്നു തൊണ്ടയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ മരുന്ന് കഴിച്ചിട്ട് ഇപ്പോൾ ഒന്ന് ഓക്കെ ആയതേ ഉള്ളൂ. സോ ഗൈസ്, ഞാനിപ്പം ജിമ്മിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ലെഗ് ചെയ്യണം എന്ന് വിചാരിച്ചാണ് വന്നത്. ബട്ട് എനിക്ക് ഇന്ന് ഒട്ടും വർക്കൗട്ട് ചെയ്യാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു ഇന്ന് ബാക്ക് ചെയ്യാമെന്ന്. ബിക്കോസ് ആർക്കും ഇന്ന് ലെഗ് ചെയ്യാൻ മൂടില്ല. സാധാരണ ഞാൻ മാത്രമാണ് ലെഗ് ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാവരെയും നിർബന്ധിക്കുന്നത്. ബട്ട് ഇന്ന് ആർക്കും ചെയ്യാൻ ഒരു മൂടില്ലാത്തതുകൊണ്ട് ഇന്ന് എല്ലാവരും കൂടി ബാക്ക് ആൻഡ് ബൈസെപ്സ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ളവരും കൂടി വന്നിട്ട് ബാക്ക് ആൻഡ് ബൈസെപ്സ് ചെയ്യാം. എനിക്ക് എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കഫുണ്ട്, നല്ല രീതിയിൽ കഫം കെട്ടിക്കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒരു 3-4 ദിവസമായി. ബട്ട് ഞാൻ റെസ്റ്റ് എടുക്കാതെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്നെ വിശ്വസിച്ച് ഇപ്പോൾ കുറച്ച് പേരെൻ്റെ കൂടെ ഉണ്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട്. അപ്പം അവരുടെ പ്രോഗ്രസ്സിന് വേണ്ടി ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ജിമ്മിൽ വന്ന് അവർക്ക് ട്രെയിനിങ് കൊടുക്കും. സോ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് നമ്മളെന്തായാലും ഇന്ന് ജിമ്മിൽ വന്നേക്കുന്നത്. So finally we are going to do the back. So these are our boys. That's 1, 2, one more boy is coming up. Pre-workout എടുക്കുന്നുണ്ട്. Pre-workout. It's done already. Oh, almost. What? I'm doing without support. I will also try without that. Come on, try. Don't jump from there. Go down first. Then you pull up. Go down first. Now you pull. 1. Very good. 2. Very good. 3. 4. One more. 5. One more. Who wants to try? Come on. Very good. Try. It's okay. One more step. Try. Lift up. 1. One more. 1. Come on. Yes, very good. 2. That's fine. ഇല്ല. പോട്ടെ വലി ഫുള്ള് ഇറങ്ങട്ടെ. 1, 2, 3, 4, 5, 6,
7, 8, 9, 10. ഇപ്പോഴാണ് നിന്റെ ശരിക്കുള്ളത്. നിനക്ക് ഇനിയും വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇനിയും ചെയ്യാൻ പറ്റും. ഫെയിലർ അടിയടിക്കാൻ പറ്റും. 48. 48. What is easy for you? Come on. Easy. 1, 2, 2, 3, 4, 5. One more. One more. Yes, very good. Very good. സോ പനിയാണ്ട് ഞാൻ അധികം ചെയ്യുന്നില്ല, ഇന്ന് വെയിറ്റ് ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഈ പയ്യനോട് ഇത്ര മതി. Come on. 5, 9. Come on. നീ നടു ഇവിടെ അവിടെ. 5, 5 കൂടി. 2, 7. Just. Very good. 6, 7, 8. സോ ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് റീസെൻ്റ് ആയിട്ട് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഫോമാണ് കുറച്ച് ഫ്രണ്ടോട്ടിരിക്കുക, കീപ്പ് യുവർ ലെഗ്സ് ടൈറ്റ്, ബാക്ക് നല്ലോണം സ്ട്രേറ്റ് ചെയ്തിട്ട് ഇത് ആപ്സിൻ്റെ അടുത്തോട്ട് വലിക്കുക, നോട്ട് ടുവേർഡ്സ് യുവർ ചെസ്റ്റ്, ടുവേർഡ്സ് ദ ആപ്സ്. ഞാൻ പല വീഡിയോസിനകത്തായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. Eight, 9, 10. 2 more. നമ്മൾ കൂടെ ട്രെയിൻ ചെയ്യുന്നവരെ മാക്സിമം പുഷ് ചെയ്തിട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നത് എൻ്റെ ഒരു ഇതാണ്. ഞാനിപ്പം മടി പിടിച്ചിരിക്കുകയാണെങ്കിലും മാക്സിമം അവരെ വർക്കൗട്ട് ചെയ്യണം. സോ they are feeling happy about that. എൻ്റെ ഒരു വീക്കസ്റ്റ് പാർട്ടായിരുന്നു ബാക്ക്. ബട്ട് ഇപ്പോൾ ബാക്ക് ഈസ് ടേണിങ് ടു ബി ദ സ്ട്രോങ്ങസ്റ്റ് പാർട്ട്. നമ്മുടെ വീക്ക് സ്പോട്ട്സ് എല്ലാം നമ്മൾ സ്ട്രോങ് ആക്കി മാറ്റണം. കഴിഞ്ഞൊരു കോമ്പറ്റീഷൻ സമയത്ത് എൻ്റെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വെയിറ്റ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ഫാറ്റിൻ്റെ കൂടെ കുറേ മസിൽ ലോസ് ഉണ്ടായി. സോ കോമ്പറ്റീഷൻ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പുട്ട് ഓൺ സം വെയിറ്റ്, ബട്ട് കൂടുതൽ ഫാറ്റിനേക്കാളും ഞാൻ കൂടുതൽ മസിൽ മാസ് ഇൻക്രീസ് ചെയ്യാനാണ് ട്രൈ ചെയ്തത്. സോ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഏകദേശം നവംബർ, ഡിസംബർ, ജാനുവരി 5 മാസമായിട്ടുണ്ട്. സോ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 മാസമായിട്ടുണ്ട്. ഈ 5 മാസം കൊണ്ട് ഞാൻ എൻ്റെ വെയിറ്റ് പിന്നെ കൂട്ടി 82 എത്തിച്ചിട്ടുണ്ട്. 10 kg ഞാൻ കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഫാറ്റിൻ്റെ കൂടെ നല്ല രീതിയിലുള്ള മസിൽ മാസും കൂടിയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഹൗ ഐ ഡിഡ് ഇറ്റ്. ഇനി ഒരു കോമ്പറ്റീഷനെ കുറിച്ച് ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ടേക്ക് സം ബ്രേക്ക്, then I will think about it. We cannot become you like this in 2 years. We can, but it cannot. I'll give you the best example. When he joined, he was like so curious when I'll get there, like when I'll turn 6-pack, when I'll get the muscles. I'm okay to Now, go slowly. now when he started the journey, he realized, okay, this is tough. It takes time. It's not like what you see on the videos.
He used to send me like others videos who have done the transformation in 30 days, 40 days, 50 That days. is temporary. Because I was learning, I was not knowing. I play all the sports, but into the fitness, I just. You can transform in 60 days. But you should be fully concentrating on this only. And You after should not be having any other work. 2 weeks, if you leave, you will eat very bad. You have to eat like the meals properly on the proper time. You have to sleep at least 8 hours. You have to work out 2 times a day. So in that case, you have to work out like you are almost dying in the gym. In that case, you can at least in 60 days you can cut down and you can be in a frame. I will have 300 grams of only just light fried chicken, 5 eggs. From tomorrow, lunch only this. For 60 days. You can challenge. After 10 days, your taste buds will be like, okay, I'm fed up. Do not do like that. So alternately mix the diet. Sometimes See, my that's why I'm shorter not take telling you to do go. The shorter take protein asking. Now your diet is fine. You don't have to get too much conscious about your diet. Enjoy the diet. Enjoy the time in the gym. Enjoy the lifestyle. Because from past 1 month, you are much more better this month. So the next month will be more better. That's it. We are we are doing fitness, not bodybuilding. There's a difference. Slowly. Yes, come on, Abhi, വാ. നീ നേരത്തെ വൈഡാവുന്നത് ക്ലോസ് ചെയ് ഇങ്ങോട്ട് വാ ആംപിറ്റ്സ് ടൈറ്റ് ചെയ് അടിച്ചോ 1 2 3 4 5 6 പയ്യനെ ഇറക്ക് 7 8 9 നീ ലെഗാന്ന് വിചാരിച്ചില്ലടാ വന്നേ. അല്ല എനിക്കൊന്ന് വയ്യായിരുന്നടാ, ഭയങ്കര തലവേദനയൊക്കെ. സത്യം പറഞ്ഞ എനിക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ ഒട്ടും വയ്യായിരുന്നു. രാവിലെ എണീച്ചപ്പോൾ തന്നെ എനിക്ക് തലവേദന, നല്ല രീതിയിലുള്ള ബോഡി പെയിൻ, രാത്രി മൊത്തം ക്രാമ്പിങ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ലീവ് എടുക്കാന്ന് വിചാരിച്ച. പക്ഷെ കറക്റ്റ് ഒരു 4 മണിയായപ്പം 3 പേര് മെസ്സേജ് അയച്ചു, ബ്രോ എത്ര മണിക്കാ. അപ്പൊ എനിക്ക് ഇവരുടെ അടുത്ത് പറയാനൊരു മടി, ഇന്ന് വേണ്ട, ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവാന്ന്. കാരണം എന്നെ വിശ്വസിച്ച് ഇതിലേക്ക് ഇറങ്ങി വരാം. അപ്പൊ പിന്നെ അവർക്ക് വേണ്ടി എത്രയെങ്കിലും ചെയ്യണ്ടേ, അതാണ് എത്രയെങ്കിലും ചെയ്യണ്ടേ. ഗൈസ്, അപ്പം ഈ വീഡിയോ ഞാൻ എത്ര ലെങ്ത് ഉണ്ടാക്കിയിരിക്കുമെന്ന് എനിക്കൊന്നും ഒരു പിടുത്തമില്ല. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇൻഫോർമേറ്റീവായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയ വ്ളോഗ്. ഞാനിത് എൻ്റെ മൈക്ക് സെറ്റപ്പും ക്യാമറ സെറ്റപ്പും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളെന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. മാക്സിമം എത്രത്തോളം വരുന്ന വീഡിയോസ് മാക്സിമം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. കാരണം ഞാനിപ്പോൾ ഓരോരോ കാര്യങ്ങളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ എഡിറ്റിംഗ് എങ്ങനെയാണ്, വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ കണക്ക് ക്വാളിറ്റി എങ്ങനെ കൂട്ടുന്നത്, അതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഓരോ വീഡിയോസ് നമ്മൾ മാക്സിമം ക്വാളിറ്റിയിലായിരിക്കും ഇറക്കുന്നത്. സോ അതുകൊണ്ട് എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മാക്സിമം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, മാക്സിമം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കുറച്ച് എൻജോയ്മെൻറ്റ് വീഡിയോസും വരും. സോ hope you like this video. Do subscribe to my channel. മറക്കരുത് കേട്ടോ. നമ്മൾ കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ആവും. അതുകൊണ്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. Until then, bye bye.